കഴിഞ്ഞ 153-ാമത്തെ എപ്പിസോഡിൽ റോം ഭരിച്ചിരുന്ന 136-ാമത്തെ മാർപ്പാപ്പ ജോൺ 14 മാർപ്പാപ്പയുടെ കാലഘട്ടമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് 154-ാമത്തെ എപ്പിസോഡിൽ റോമിലെ 137-ാമത്തെ മാർപ്പാപ്പ ജോൺ 15 കാലഘട്ടത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജോൺ 15 മാർപ്പാപ്പ 985 മുതൽ 996 വരെ 11 വർഷം റോമിലെ മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹം റോമിൽ ജനിച്ച ആളായിരുന്നു. 985 ഓഗസ്റ്റ് മാസം അദ്ദേഹം മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. അദ്ദേഹം വിശുദ്ധന്മാരുടെ നാമകരണം ചെയ്യാനായി മുൻഗാമി നിശ്ചയിച്ച പ്രൊസീജിയർ അനുസരിച്ച് ആദ്യത്തെ വിശുദ്ധനെ പ്രഖ്യാപിച്ച ഉൾഡ്രിക്കിനെ പ്രഖ്യാപിച്ച മാർപ്പാപ്പ ഇദ്ദേഹമാണ്. കഴിഞ്ഞ മാർപ്പാപ്പയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഉൾഡ്രിക്കിനെ വിശുദ്ധനാക്കാനുള്ള പ്രൊസീജിയർ ഉണ്ടാക്കിയ കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പ്രൊസീജിയർ പൂർത്തിയായ സമയത്താണ് മുൻഗാമി മരിച്ചത്. ഈ ജോൺ 15 മാർപ്പാപ്പ വന്നപ്പോൾ ആ പ്രൊസീജിയർ പൂർത്തിയാക്കുകയും അദ്ദേഹത്തിന് വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇദ്ദേഹം മാർപ്പാപ്പയാവുമ്പോൾ ക്രേഷ്യൻ്റെ മകൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് മാർപ്പാപ്പയായെന്നൊരു ആരോപണമുണ്ട്. ഈ ക്രേഷ്യൻ്റെ മൂത്ത സഹോദരന്മാർ 2 പേരും മാർപ്പാപ്പമാരായിരുന്നു. പിന്നെ വന്ന് 2 മാർപ്പാപ്പമാരുടെ കാലത്ത് ക്രേഷ്യൻ വിപ്ലവം ഉണ്ടാക്കിയിരുന്നു. ആ വിപ്ലവത്തിൽ ഒരു തവണ ചക്രവർത്തി വന്ന് അടിച്ചമർത്തിയിരുന്നു. അത് കഴിഞ്ഞ മാർപ്പാപ്പയുടെ കാലത്ത് മാർപ്പാപ്പയെ ഉപദ്രവിക്കാനായി വന്നപ്പോൾ ചക്രവർത്തി സൈന്യവുമായി വന്ന് അവിടെ രക്ഷപ്പെടുത്തുകയും മാർപ്പാപ്പയെ കാവൽ നിൽക്കുകയും ചെയ്തു സൈന്യം. അതുകൊണ്ട് ക്രേഷ്യനൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ക്രേഷ്യൻ ആ മാർപ്പാപ്പ മരിച്ച് ഏതാനും ദിവസങ്ങൾക്കകം ക്രേഷ്യനും മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശല്യം അവസാനിച്ചു എന്ന് വിചാരിച്ചാണ്. പക്ഷേ ക്രേഷ്യൻ ഈ മാർപ്പാപ്പയുടെ കാലത്ത് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ക്രേഷ്യൻ്റെ മകൻ, ആ മകൻ്റെ സപ്പോർട്ടാണ് ഇദ്ദേഹം മാർപ്പാപ്പ ആയത്. 991 ഫെബ്രുവരി 5 ഓസ്ബർഗിലെ ബിഷപ്പായിരുന്ന സമയത്താണ് അദ്ദേഹത്തെ മാർപ്പാപ്പയായി നിയമിക്കപ്പെട്ടത്. അദ്ദേഹം മാർപ്പാപ്പയായ ശേഷം ആദ്യം ചെയ്ത ഒന്നാണ് ഈ ഉൾറിക്കിനെ സെയിൻ്റായി ഡിക്ലെയർ ചെയ്യുന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് പ്രഖ്യാപിച്ചത്. ഈ സമയത്ത് റെയിംസിലെ സഭയ്ക്കകത്ത് വലിയ തർക്കമുണ്ടായിരുന്നു. ആ തർക്കം പരിഹരിക്കാൻ മാർപ്പാപ്പ ഇടപെടുകയും മാർപ്പാപ്പ റീംസിലെ സഭാതർക്കം പരിഹരിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഈതലറ്റും നോർമണ്ടിയിലെ രാജാവായ റിച്ചാർഡ് നമ്മൾ തർക്കമായി കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിലെ സഭയ്ക്കും നോർമണ്ടിയിലെ സഭയ്ക്കും അത് പ്രശ്നമായി. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു പ്രശ്നം പരിഹരിച്ചെങ്കിലേ സഭയ്ക്ക് സുഖമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. മാർപ്പാപ്പ നേരിട്ട് ഇടപെട്ട് ഈതലറ്റിനെയും റിച്ചാർഡിനെയും വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുകയും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് സഭയുടെ പ്രവർത്തനം സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്തു. ഓട്ടോ 3 ഈ സമയം ആയപ്പോഴേക്കും റോമിൽ വന്നു. അദ്ദേഹം റോമിനെ തലസ്ഥാനമാക്കി ഭരിക്കാനായി തീരുമാനിച്ചു. അതുവരെ ഓട്ടോ രാജാക്കന്മാർ ജർമ്മനിയിലായിരുന്നു. ഓട്ടോ 1ഉം 2ഉം ജർമ്മനിയിലായിരുന്നു. ഓട്ടോ 3 പറഞ്ഞു, പണ്ട് റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്ന കാലത്ത് റോമിൻ്റെ തലസ്ഥാനമായിരുന്നു റോം. അതുകൊണ്ട് ജർമ്മനി ഇരുന്ന് ഭരിക്കാതെ, എൻ്റെ മുൻഗാമികൾ ഭരിച്ചതുപോലെ ഭരിക്കാതെ റോമിൽ വന്ന് പഴയ റോമൻ ചക്രവർത്തിമാരിരുന്ന അതേ കസേര ഇരുന്ന് ഭരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോ 3 ജർമ്മനിയിൽ നിന്ന് റോമിൽ വന്ന് അവിടെ ഭരിക്കാൻ തുടങ്ങി. 996 മാർച്ച് ആയപ്പോൾ മാർപ്പാപ്പ പെട്ടെന്ന് മരിച്ചു. അദ്ദേഹം വളരെ പ്രത്യേകമായ ഒരു പരിഷ്കാരം വരുത്തി. അതായത് അറബിക് ന്യൂമറൽസ് എന്ന് പറയുന്ന ന്യൂമറൽസ് സഭയിൽ നടപ്പാക്കി. അതുവരെ റോമൻ ന്യൂമറൽസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 5 എന്ന് എഴുതണമെങ്കിൽ ഒരു വി എഴുതിയാൽ അത് 5ആണ്, ഒരു എക്സ് ഇട്ടാൽ അത് 10ആണ്. ഇങ്ങനെ ലാറ്റിൻ ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് അതുവരെ സഭയിലെ ഡേറ്റുകൾ കുറിച്ചിരുന്നത്. ഈ മാർപ്പാപ്പ പറഞ്ഞു, ലോകം മുഴുവൻ അറബിക് ന്യൂമറൽസിലൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആ ന്യൂമറൽസ് നമുക്ക് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അറബിക് ന്യൂമറൽസ് അറബിയുമായി ബന്ധമുള്ളതല്ല. ഇന്ത്യക്കാരാണ് ഈ ന്യൂമറൽസ് കണ്ടുപിടിച്ചത്. ഇന്ത്യൻ ന്യൂമറൽസാണ്. നമ്മളിപ്പോൾ എഴുതുന്ന 1, 2, 3 തൊട്ട് എഴുതുന്ന അക്കങ്ങൾ 9 അത് ഇന്ത്യക്കാർ കണ്ടുപിടിച്ചാണ്. ഇന്ത്യയിൽ നിന്ന് അറബികൾ കണ്ടിട്ട് അത് അറബി ദേശത്തോട്ട് കൊണ്ടുപോയി. അറബികൾ അതിന് അറബിക് ന്യൂമറൽസ് ഒരിക്കലും വിളിച്ചിട്ടില്ല. അവരതിനെ ഇന്ത്യൻ ന്യൂമറൽസ് തന്നെയാണ് വിളിച്ചിരുന്നത്. കണക്കിന് അറബികളുടെ ഭാഷയിലുള്ള വാക്ക് തന്നെ ഹിന്ദി സത്ത്, ഇന്ത്യയിൽ നിന്ന് കിട്ടിയ അറിവ് എന്നാണ് കണക്കിനെ അറബി ഭാഷയിൽ വിളിക്കുന്ന പേര്. നമ്മളാണ് 0 കണ്ടുപിടിച്ചത്. ഇന്ത്യക്കാരാണ് 0 കണ്ടുപിടിച്ചത്. ആ 0 അറബി ദേശത്ത് വന്നു.
അറബിക് ന്യൂമറൽസിൻ്റെ ഭാഗമായി 0 ചേർത്തു. അങ്ങനെ 10ഉം 100ഉം ഒക്കെ എഴുതാൻ സഹായകരമായി. അപ്പോൾ ഈ റോമൻ ന്യൂമറൽസ് ഒരു 50 വരെ എഴുതാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞ് ഭയങ്കര പ്രയാസം. ഇപ്പോൾ 18 എഴുതണമെങ്കിൽ ഒരു എക്സ് ഇട്ട്, പിന്നെ ഒരു വി ഇട്ട്, പിന്നെ 3 ഐ എന്ന് എഴുതണം 18 എഴുതണമെങ്കിൽ. അപ്പോൾ 5 അക്കം എഴുതണം. നേരെ മറിച്ച് ഈ ന്യൂമറൽസ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇപ്പം 153 എന്ന് എഴുതണമെങ്കിൽ റോമൻ ന്യൂമറൽസ് ആണെങ്കിൽ അതിന് 8 അക്ഷരം എഴുതിയെങ്കിലേ 153 എഴുതാൻ പറ്റുള്ളൂ. ഇത് വലിയ അപകടമാണ്. അപ്പം അറബിക് ന്യൂമറൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 10 വരെ ഒരക്കം മതി, 10 തൊട്ട് 2 അക്കം ആവും, 100 കഴിയുമ്പോൾ 3 അക്കം ആവും, 1000 കഴിയുമ്പോൾ 4 അക്കം ആവും. പക്ഷേ സാധാരണ മനുഷ്യൻ ട്രാൻസാക്ട് ചെയ്യുന്ന ഇതെല്ലാം 2 3 അക്കങ്ങൾ കൊണ്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് ക്രൈസ്തവ സഭ അവരുടെ ഉപയോഗത്തിന് അറബിക് ന്യൂമറൽസ് സ്വീകരിക്കാൻ തീരുമാനിച്ചു. അറബികളുമായി സൗഹൃദത്തിലല്ല ക്രൈസ്തവ സഭ, എന്നിട്ടും അറബികളിൽ നിന്ന് വന്ന ന്യൂമറൽസിനെ കത്തോലിക്ക സ്വീകരിച്ചു. അത് ഈ മാർപ്പാപ്പ ചെയ്ത ഒരു ഫാർ റീച്ചിങ് ആയ ഒരു റിഫോമാണ്. അങ്ങനെ മാർപ്പാപ്പ 11 വർഷം 985 മുതൽ 996 വരെ ഭരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ലോകചരിത്രത്തിൽ വലിയ മാറ്റം വന്നൊരു കാലഘട്ടമാണ്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് മിലീനിയം എന്നാണ് ചരിത്രകാരന്മാരെ വിളിക്കുന്നത്. ആദ്യത്തെ 1000 സഹസ്രാബ്ദം പൂർത്തിയാക്കാൻ പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ 1000 ആണ്ട് തികയുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാകുന്നൊക്കെ ആളുകൾ ഇങ്ങനെ ഭയപ്പെട്ടിരുന്നു. 2000 ആണ്ട് വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചുള്ളൊരു വലിയ വിഷമം. ചിലർ പറഞ്ഞു 1000 ആണ്ടാകുമ്പോഴത്തേന് കർത്താവ് എഴുന്നേൽപ്പ് വരും എന്ന് പറഞ്ഞ് 2ാം വരവ് വരുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. 2000 ആണ്ടായപ്പോൾ നമ്മുടെ കാലത്തും കുറച്ച് പേര് പ്രസംഗിച്ചു കർത്താവ് 2ാം വരവ് വരാൻ പോവാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രിപ്പറേഷൻ്റെ കാലഘട്ടമായിരുന്നു. പക്ഷേ ലോകചരിത്രത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി കാലഘട്ടത്തിൽ. അതിൽ വളരെ പ്രത്യേകമാണ് 986 സബുക്ത് ജിൻ, നേരത്തെ പറഞ്ഞ ബാഗ്ദാദ് ആക്രമിച്ച സബുക്ത് ജിൻ, അദ്ദേഹം ഗസ്നിയിൽ വന്ന് ഭരണാധികാരിയാവുകയും മുഹമ്മദ് ഗസ്നി തൻ്റെ ജൂനിയറായ ആളിനെ ഇന്ത്യയിലേക്ക് ആക്രമിക്കാൻ വിടുകയും ചെയ്തു. ആദ്യത്തെ ആക്രമണം അരങ്ങേറുകയാണ് 986. അയാളുടെ ആക്രമണം 1030 വരെ പോയി. 34 വർഷം ചെയ്തു. ഇതിനിടയ്ക്ക് 30 തവണയാണ് മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമിച്ചത്. 30 തവണ. ഏറ്റവും ഭയങ്കരമാണ് സോമനാഥിലെ ക്ഷേത്രം ആക്രമിച്ച സംഭവം. 986 കീറ്റൻസ് എന്ന് പറയപ്പെടുന്ന ജനവിഭാഗം പിക്കിങ്, ചൈനയുടെ തലസ്ഥാനം പിക്കിങ്ങിൽ വലിയൊരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടത്തി. അതാണ് പിക്കിങ്ങിൽ നമ്മൾ കാണുന്ന പ്രസിദ്ധമായ സമുച്ചയം. അത് കീറ്റൻസ് KTANS അവരാണ് ചെയ്തത്. 987 ഹ്യൂഗ് കാർപ്പറ്റ്, അദ്ദേഹം ഫ്രാൻസിലെ രാജാവായി. ചരിത്രം വായിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഹ്യൂഗ് കാർപ്പറ്റ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ചെയ്ത വലിയൊരു സംഭവമാണ് ഈ കരോളിനിയൻ രാജവംശം അവസാനിപ്പിച്ചു. അപ്പോൾ ചാർലിമേൻ ചക്രവർത്തി ഉൾപ്പെടെ മുസ്ലിംസ് യൂറോപ്പ് പിടിച്ചടക്കുന്നത് തടഞ്ഞ 732 AD ക്രിസ്ത്യൻ സൈന്യത്തെ നയിച്ച ചാൾസ് മാർട്ടൽ തുടങ്ങി പ്രസിദ്ധരായ രാജവംശം. ആ രാജവംശം ഇസ്ലാമിൽ നിന്ന് യൂറോപ്പിനെ രക്ഷിച്ചു. 732 800-ാം ആണ്ടായപ്പോഴേക്കും ചാർലിമേൻ ചക്രവർത്തി ക്രൈസ്തവ സഭയെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറ്റി. ആ കാലത്ത് മാർപ്പാപ്പ വന്ന് ചാർലിമേൻ ചക്രവർത്തി കിരീടമണിയിച്ചു. ചാർലിമേൻ ചക്രവർത്തി അവിടെ ഭരിക്കുമ്പോൾ അറബ് ദേശം ഹറൂൺ റഷീദ് എന്ന പ്രസിദ്ധനായ ചക്രവർത്തി ഭരിക്കുകയാണ്. അതേ കാലഘട്ടത്തിൽ തന്നെ ജപ്പാനിൽ പ്രസിദ്ധനായ മിക്കാഡോ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രസിദ്ധരായ ചക്രവർത്തിമാർ ഒരേ സമയം ലോകത്തിൻ്റെ പല ഭാഗം ഭരിച്ചു എന്നുള്ള നമ്മൾ അമ്പരപ്പിക്കുന്ന സംഭവമാണ്. ഈ കരോളിഞ്ചൻ ഡൈനാസ്റ്റി അവസാനിപ്പിച്ച് ഹ്യൂജ് കാർപ്പറ്റ് പുതിയ രാജവംശം ആരംഭിച്ചു. അപ്പം മെരോവിഞ്ചിയൻസ് മാറി കരോളിഞ്ചൻസ് വന്നു, കരോളിഞ്ചൻസ് മാറി ഹ്യൂഗ് കാർപ്പറ്റിൻ്റെ പുതിയ രാജവംശം ഉണ്ടായി. ഇത് ഫ്രാൻസിലെ വളരെ പ്രസിദ്ധമായ ഒരു മാറ്റമാണ് സംഭവിച്ചത്. 988 വ്ളാഡിമിർ ക്രിസ്തു മതത്തിന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തു. എന്നിട്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ക്രിസ്ത്യാനിയായിരുന്നു, പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട്. അപ്പോൾ അമ്മയുടെ സ്വാധീനമാണ് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയപ്പെടുന്നു. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ ക്രിസ്തുമതം ഇങ്ങനെ വിശ്വാസികളുടെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഇത് പണ്ട് കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ കഥ പറഞ്ഞ പോലെയാണ്. കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ അമ്മ സെയിൻറ്റ് ഹെലേന ഒരു സീക്രട്ടായ ക്രിസ്ത്യാനിയായിരുന്നു. അച്ഛൻ്റെ ഒഫീഷ്യൽ ഭാര്യ അല്ലായിരുന്നു. എന്നിട്ടും ആ കോൺസ്റ്റൈൻ
പിൽക്കാലത്ത് ചക്രവർത്തിയായി. ചക്രവർത്തിയായി കഴിഞ്ഞപ്പോൾ ആദ്യം കോൺസ്റ്റൻറ്റൈൻ ചെയ്തത് AD 313 ഈഡിക്റ്റ് ഓഫ് മിലാൻ എന്ന് പറയുന്ന കൽപ്പനയിലൂടെ റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തു. പിന്നെ 23 വർഷം കഴിഞ്ഞാണ് AD 336 കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുന്നത്. ഇവിടെയും വ്ളാഡിമിർ ചക്രവർത്തിയുടെ അമ്മ ക്രിസ്ത്യൻ വിശ്വാസിയാണ്, പബ്ലിക്കായിട്ടല്ല, രഹസ്യമായിട്ടാണ്. അവസാനം വ്ളാഡിമിർ ചക്രവർത്തി ആയപ്പോൾ അമ്മയുടെ സ്വാധീനമുണ്ട്. അമ്മയുടെ സ്വാധീനത്തിലാണ് വ്ളാഡിമിർ ഈഡിക്റ്റ് ഓഫ് മിലാൻ പോലെ റഷ്യയിലെ ക്രിസ്ത്യാനികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തു. 988 988 വളരെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി അൽ അസർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത്. ഇപ്പോഴും കേരളത്തിൽ അൽ അസർ മെഡിക്കൽ കോളേജും അൽ അസർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ അൽ അസർ യൂണിവേഴ്സിറ്റി കെയ്റോയിൽ സ്ഥാപിക്കപ്പെട്ടു. ഒരു 4 വർഷത്തിന് മുമ്പാണ് കെയ്റോ പ്രസിദ്ധമായ ക്യാപിറ്റലായി മാറിയത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയായി അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കൂടെ ചേർത്ത് യൂണിവേഴ്സിറ്റിയായി ഉയർത്തപ്പെട്ടു. അങ്ങനെ കെയ്റോ യൂണിവേഴ്സിറ്റി അറിവിൻ്റെ വലിയ കേന്ദ്രമായി മാറി. 990 ഡാൻസിങ്ങിൽ വളരെ പ്രസിദ്ധമായ സ്ലാവ് ഡച്ചി ഓഫ് പോമർലൈൻ എന്ന് പറയുന്ന ഡച്ചി സ്ഥാപിക്കപ്പെടുകയും ഡാൻസിങ് വലിയൊരു പട്ടണമായി വളരുകയും ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധത്തിലെ ഡാൻസിങ്ങിലെ പ്രസിദ്ധമായ യുദ്ധം ചരിത്രം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഡാൻസിങ് യൂറോപ്യൻ ചരിത്രത്തിൽ വലിയ പ്രാധാന്യം വഹിച്ച ഒരു പട്ടണമായി മാറി. ഈ പോമർലൈനിലെ ആ ഡാൻസിങ് പട്ടണത്തിൻ്റെ വികസനം തുടങ്ങുന്നത് അവിടെ വച്ചാണ്. 990 ആയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിക്കൽ ഒക്ടേവ്സ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അതിനെ രാഗങ്ങളെ എൻകോഡ് ചെയ്യാനുള്ള സിസ്റ്റം, അത് ഒരു 6 വർഷം കൊണ്ട് റോമാ സാമ്രാജ്യം മുഴുവൻ പടർന്നു. ക്രൈസ്തവ സഭ മുഴുവൻ അതിനെ പ്രോത്സാഹിപ്പിച്ചു. തത്ഫലമായി സംഗീതത്തിൽ വലിയ മാറ്റമുണ്ടാവുകയും അത് പ്രസിദ്ധമായ മ്യൂസിക്കൽ നൊട്ടേഷനായി മാറുകയും ചെയ്തു. 993 വൈക്കിംഗ് ഡെയിൻസ് ഒരു ദിവസത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ വൈക്കിങ്സ് വന്ന് യോർക്ക്ഷയർ ആക്രമിച്ചു. യോർക്ക്ഷയറിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി. ഇവിടെ നിന്നാണ് അവിടുത്തെ ആളുകൾ യൂറോപ്പിലോട്ട് പോയത്, അമേരിക്കയിലോട്ട് പോയത്. അങ്ങനെയാണ് അവിടെ ചെന്നപ്പോൾ യോർക്കിനെ ന്യൂയോർക്ക് എന്ന് വിളിച്ചു. പഴയ യോർക്കിൻ്റെ ഓർമ്മയിലാണ്. ആ യോർക്ക്ഷയറാണ് വൈക്കിങ്സ് അറ്റാക്ക് ചെയ്തത്. ആ സമയത്ത് വളരെ യോർക്ക്ഷയർ ആക്രമിച്ചു. 993 ആൽഫ്രിക് എന്ന് പറയുന്ന പ്രസിദ്ധനായ എഴുത്തുകാരൻ ലൈഫ്സ് ഓഫ് സെയിൻസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രസിദ്ധമായ പുസ്തകം എഴുതി. അതായത് ക്രൈസ്തവ സഭയിലെ വിശുദ്ധന്മാർ ആരൊക്കെയാണ്, അവരെന്തെല്ലാം പ്രസംഗം ചെയ്തിട്ടുണ്ട്, ആ പ്രസംഗം എന്തെല്ലാമാണ്, എങ്ങനെയായിരുന്നു ആ പ്രസംഗം, അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്. ഇതാണ് ആ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ്. വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് എയിൽഫ്രിക്കിൻ്റെ പുസ്തകം. ഇപ്പോഴും നമ്മൾ എയിൽഫ്രിക്കിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ പണ്ടത്തെ ഒരു വിശുദ്ധൻ ചെയ്ത പ്രസംഗം എന്തായിരുന്നു, ആ പ്രസംഗത്തിൻ്റെ ഒറിജിനൽ ഇതെന്തായിരുന്നു, ലത്തീൻ ഭാഷയിലോ ഗ്രീക്കിലോ സിറീക്കിലോ ചെയ്തൊരു പ്രസംഗം സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റില്ല, ഈ ഭാഷ നമുക്ക് അറിഞ്ഞൂടാല്ലോ. പക്ഷേ എയിൽഫ്രിക്കിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എന്തായിരുന്നു ആക്ച്വലി അവർ പറഞ്ഞതെന്ന് മനസ്സിലാവും. ഇനി അതോടൊപ്പം അവർ ചെയ്ത പ്രസംഗങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ വേദപുസ്തകത്തെ എങ്ങനെയാണ് സുവിശേഷ പ്രസംഗങ്ങളായി മാറ്റേണ്ടത്, ഇത് വളരെ കൃത്യമായി എയിൽഫ്രിക്കിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അത് ക്രൈസ്തവ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 993 അറബികൾ മോണ്ടി കസിനോ ആക്രമിച്ചു. മോണ്ടി കസിനോയിൽ പ്രസിദ്ധമായ മൊണാസ്ട്രി ഉണ്ട്, ഒരു സന്യാസാശ്രമം ഉണ്ടായിരുന്നു. ഈ മൊണാസ്ട്രിയാണ് അവരാദ്യം അറ്റാക്ക് ചെയ്തത്. വളരെ ക്രൂരമായ അറ്റാക്കായിരുന്നു. മോണ്ടി കാസിനോ മൊണാസ്ട്രി തകർക്കപ്പെട്ടു ആ അറ്റാക്കിൽ. 994 ഓലഫ് ട്രിഗോയ്സൺ എന്ന് പറയുന്ന നോർവേയിലെ പ്രസിദ്ധനായ ഭരണാധികാരി, അദ്ദേഹം സ്വൈൻ ഓഫ് ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന അദ്ദേഹം, ഇവർ രണ്ടുകൂടെ കൂടി ലണ്ടൻ പട്ടണം ആക്രമിച്ചു. ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനം നമ്മളിപ്പോൾ കരുതുന്ന ലണ്ടൻ പട്ടണം, ആ പട്ടണം ആക്രമിച്ചു. അപ്പോൾ ഡബിൾ അറ്റാക്കാണ്. ഒലാഫ് ട്രിഗോസൺ ഒരു വശത്തൂടെ നോർവേയിൽ നിന്ന്, മറ്റേ വശത്തൂടെ സ്വൈൻ, ഡെൻമാർക്കിലെ സ്വൈൻ, 2 രാജാക്കന്മാരുടെ സൈന്യം ചേർന്ന് ആക്രമിച്ചപ്പോൾ ലണ്ടനെ പിടിച്ചു ചെയ്യാൻ പറ്റിയില്ല. ലണ്ടൻ വീണു ആ അറ്റാക്കിൽ. 994 ഡർബൻ കത്തീഡ്രൽ പണിയുന്നത്. ഡർബൻ കത്തീഡ്രൽ വളരെ പ്രസിദ്ധമാണ്.
ഡർബൻ കത്തീഡ്രൽ പണിഞ്ഞ് അത് പൂർത്തിയാക്കി. വാസ്തുകല ശില്പത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും ചരിത്രം വളരെ ഭംഗിയായി പറയുന്ന ഒന്നാണ് ഈ ഡർബൻ കത്തീഡ്രൽ. 995 ഓലഫ് ഓഫ് നോർവേ അദ്ദേഹം ക്രിസ്തുമത പട്ടങ്ങളെപ്പറ്റി പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഈ പേഗൻ മതത്തെക്കാൾ നമ്മൾ വിശ്വസിക്കുന്ന നെപ്റ്റ്യൂണും ജൂപ്പിറ്ററും ഇങ്ങനെയൊക്കെയുള്ള കുറേ ദേവന്മാരുണ്ട്. ആ ദേവന്മാരെല്ലാം പല പല ആക്ഷനിൽ പെട്ടവരാണ്. ക്രിസ്ത്യാനികളുടെ ദൈവം ഏക ദൈവമാണ്, വളരെ ശക്തിമാനാണ്, ജനങ്ങളുടെ സഹായത്തിന് എപ്പോഴും എത്തുന്നൊരു ദൈവസങ്കല്പമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പേഗൻ റിലിജൻ കളഞ്ഞിട്ട് ക്രിസ്തുമതം സ്വീകരിക്കാൻ പോകുന്നത്. ചരിത്രം മാറ്റിക്കുറിച്ച ഒരു വലിയ സംഭവമാണ്. 995 ഓലഫ് ഓഫ് നോർവേ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച് ഇംഗ്ലണ്ടിൽ വന്ന് ക്രിസ്തുമതം സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് നോർവേയിൽ പോയി. നോർവേ പോയി കഴിഞ്ഞ അദ്ദേഹം ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. നോർവേ ചെന്ന് അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഇവിടെ ഒരാളും പഴയ മതത്തിൽ വിശ്വസിക്കാൻ പാടില്ല, എല്ലാവരും ക്രിസ്തുമതം സ്വീകരിച്ചോണം, കമ്പൽസറി. അവിടെ ഉണ്ടായിരുന്ന ദേവസങ്കല്പമുള്ള മുഴുവൻ ക്ഷേത്രവും പള്ളിയാക്കി മാറ്റി. അവരുടെ ദേവന്മാരുടെ എല്ലാം അമ്പലത്തിൻ്റെ മുകളിൽ കൊണ്ട് കുരിശ് സ്ഥാപിച്ചു. അങ്ങനെ നിർബന്ധ മതപരിവർത്തനം, ഇത് ക്രിസ്തുമതം അനുഭവിച്ചിട്ടുള്ള കാര്യമല്ല. നിർബന്ധ മതപരിവർത്തനത്തിലൂടെ നോർവേയിലെ ഭൂരിപക്ഷം ജനങ്ങളെയും അദ്ദേഹത്തിൻ്റെ ഭരണം തീർന്നപ്പോഴത്തേന് ക്രിസ്തുമതത്തിലെത്തിച്ചു. ഇത് വളരെ ക്രിസ്തുമത ചരിത്രത്തിൽ വലിയ പ്രാധാന്യം ഉറയ്ക്കുന്നതാണ്. എങ്കിലും ഈ ക്രിസ്തുമതം സ്വീകരിച്ച ശേഷം ബലം പ്രയോഗിച്ച് ക്രിസ്തുമതത്തിലേക്ക് മാറ്റിയത് നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. 995 ബൊഹീമിയയിലെ അവസാനത്തെ സ്വതന്ത്രമായ ട്രൈബ്, അവരെ സ്ലാവിനീസി എന്ന് പറയുന്ന രാജാവ് പരാജയപ്പെടുത്തി. സ്ലാവുകളുടെ രാജാവാണ്. അദ്ദേഹം അവരെ പരാജയപ്പെടുത്തുകയും സ്ലാവിക് കിങ്ഡത്തിനകത്ത് ചേർക്കുകയും ചെയ്തു. ബൊഹീമിയ പീപ്പിൾ മുഴുവൻ ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. ഈ സ്ലാവനീസിയുടെ രാജ്യം പകുതി ക്രിസ്ത്യാനിയും പകുതി പേഗനുമായിരുന്നു. പക്ഷേ സ്ലാവനീസിക്കാർ ബൊഹീമിയയെ പിടിച്ചു കഴിഞ്ഞ ഉടനെ രണ്ട് കൂട്ടരും പൂർണ്ണമായി ക്രിസ്തുമതത്തിലേക്ക് വന്നു. അതാദ്യം നമുക്ക് കേൾക്കുമ്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുഴുവൻ പേരും ക്രിസ്തുമതത്തിലേക്ക് വരാൻ കാരണഭൂതമായി. 995 വളരെ പ്രസിദ്ധമായൊരു കാവ്യം എഴുതപ്പെട്ടത്, ബാറ്റിൽ ഓഫ് മാൾഡോൺ എന്ന് പറയുന്ന കവിത. അത് ഓൾഡ് ഇംഗ്ലീഷ് കവിതയുടെ ഭാഗമാണ്. 991 വൈക്കിങ്ങുകൾ ഇംഗ്ലണ്ട് ആക്രമിച്ച ആ ആക്രമണത്തെ പറ്റിയുള്ള കവിതയാണ്. അപ്പോൾ നമ്മൾ ഈ വാർ സോങ്സ് എന്നൊക്കെ പറയുന്ന സോങ്സ് ഉണ്ടല്ലോ, ആ സോങ്സിൻ്റെ മോഡൽ എഴുതപ്പെട്ടതാണ്. അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുമ്പോൾ ഈ പ്രാചീന ഇംഗ്ലീഷിലുള്ള ഈ പ്രസിദ്ധമായ പുസ്തകം വളരെ ആകർഷണീയമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ സാധാരണ കവിത എഴുതുമ്പോൾ ശാന്തമായ കവിത എഴുതാം, സംഗീതാത്മകമായ കവിത എഴുതാം. പക്ഷേ യുദ്ധസമാനമായ കവിത എഴുതുമ്പോൾ ശബ്ദം കൊണ്ട് ആ യുദ്ധം ധ്വനിപ്പിക്കാൻ പറ്റണം. അതാണ് ഒരു കവിതയുടെ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ബാറ്റിൽ ഓഫ് മൾഡോണിൽ ആ ടെക്നിക്ക് പ്രയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അക്ബർ ചക്രവർത്തിയും റാണാ പ്രതാപ് കൂടെ യുദ്ധം ചെയ്യാൻ ബാറ്റിൽ ഓഫ് ഹൽഡി കട്ടി. അപ്പോൾ ഹിന്ദിയിലെ പ്രസിദ്ധനായ കവി അതങ്ങോട്ട് വർണ്ണിക്കുകയാണ്. ഹൈ രുണ്ടിഗിരൈ ഗജമുണ്ടിഗിരൈ കട്ടുകെട്ടവനി പെഷുണ്ടിഗിരൈ രത്തീതേതേരി വീരഹടം തൽവാർ ഹാത്ത് തടപ്പ് തടപ്പ്, അടിയും വെട്ടും ഒക്കെ ശബ്ദത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ടെക്നിക്ക് വളരെ ഭംഗിയായിട്ട് ഈ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ കവിത അതുപോലത്തെ ഒരു മോഡൽ പിന്നെ ഉപയോഗിച്ചത് ടെന്നീസനാണ്. ചാർജ് ഫോർ ദ ലൈറ്റ് ബ്രിഗേഡ് എന്ന് പറയുന്ന പ്രസിദ്ധമായ സെബാസ്റ്റോപ്പിൾ യുദ്ധത്തെ പറ്റി, ക്രിമിയൻ യുദ്ധത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ഒരു ബാറ്റിലാണ്. സൈന്യം വലത്തോട്ട് തിരിഞ്ഞ് രക്ഷപ്പെടാൻ പറയുന്നതിന് പകരം അബദ്ധത്തിൽ കമാൻഡ് തെറ്റിപ്പോയി, നേരെ പോകാനാണ് കമാൻഡ് കൊടുത്തത്. ഇത് കേട്ട കുതിരപ്പട്ടാളം അടിച്ച് പറത്തേങ്ങ് ഫ്രണ്ടിലോട്ട് പോയി. ക്യാനൺ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കമാൻഡല്ലേ, തെറ്റിക്കാൻ പറ്റുമോ? അവിടെയാണ് ടെൻഷൻ പറയുന്നത്, നോട്ട് ടു റീസൺ വൈ ബട്ട് ടു ഡു ആൻഡ് ഡൈ. തെറ്റിപ്പോയെന്ന് പട്ടാളക്കാർക്ക് മനസ്സിലായി, എന്നാലും കമാൻഡ് അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പോയി. 600 പേരുടെ ബ്രിഗേഡിൽ ഭൂരിപക്ഷം പേരും കൊല്ലപ്പെട്ടു. പക്ഷേ അറ്റാക്കിൽ റഷ്യക്കാരുടെ ക്യാനൺസ് മുഴുവൻ അവർ പിടിച്ചു. അങ്ങനെ യുദ്ധം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി തിരിഞ്ഞു. റഷ്യക്കാരെ തോൽപ്പിക്കാൻ പറ്റി. ലിയോ ടോൾസ്റ്റോയ് ആദ്യമായി എഴുതുന്ന പുസ്തകം സെബാസ്റ്റോപ്പിൾ സ്കെച്ചസ് അവിടെ എഴുതപ്പെട്ടാണ്. ഈ ടെക്നിക്കാണ് ഒരുപക്ഷെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ആദ്യമായിട്ട് പ്രയോഗിക്കപ്പെടുന്ന പ്രയോഗമാണ് ബാറ്റിൽ ഓഫ് മാൾഡൺ. 995 ഡർഹാമിലെ പ്രസിദ്ധമായ കത്തീഡ്രൽ പണിഞ്ഞു. പണിഞ്ഞ ശേഷം 12-ാം നൂറ്റാണ്ടിൽ അത് വിപുലപ്പെടുത്തി.
ഇപ്പോൾ നമ്മൾ കാണുന്ന ഡർഹാം കത്തീഡ്രൽ ഈ 995 പണിഞ്ഞ കത്തീഡ്രലിനെ 1215 പുതുക്കി പണിഞ്ഞ പ്രസിദ്ധമായ ഫോമിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. എങ്കിലും ഡർഹാമിലെ ആ മഹത്തായ കത്തീഡ്രൽ അതിൻ്റെ പണിയും പൂർത്തിയാവുന്നത് 995 അങ്ങനെ ചരിത്രത്തിൽ വലിയ മാറ്റം വന്നൊരു കാലഘട്ടമാണ് ഈ മാർപ്പാപ്പയുടെ കാലഘട്ടം. ഇനി ഈ മാർപ്പാപ്പയുടെ കാലത്തെ ബാക്കി സംഭവങ്ങളെപ്പറ്റിയും ആ കാലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരെ പറ്റിയൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.